തുടർച്ചയായ 12ാം രാത്രിയിലും ഇറാനിൽ അമേരിക്കയുടെ കനത്ത വ്യോമാക്രമണം നടന്നു. ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് അവിടെ നിന്നും പുറത്തു വരുന്നത്. ബുഷൈഹർ ആണവ നിലയത്തിന് സമീപമുള്ള പവർ സബ്സ്റ്റേഷന് നേരെയും ആക്രമണമുണ്ടായിരിക്കുന്നു. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ ഏതെങ്കിലും കപ്പലിന് നേരെ ആക്രമണം നടത്തിയാൽ പകരം ഇറാന്റെ പാലങ്ങളോ വൈദ്യുതി നിലയങ്ങളോ തകർക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ഇറാന്റെ നയം കണ്ണിന് കണ്ണ് എന്നാണ് എന്നും അടിസ്ഥാന സൗകര്യങ്ങൾ തകർത്താൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്കയുടെ 12ാം റൗണ്ട് ആക്രമണത്തിൽ തെക്കൻ ഇറാനിൽ ഇറാഖ് അതിർത്തിയായ ഷലാംഷെയിൽ ഉഗ്രസ്ഫോടനമാണ് ഉണ്ടായത് എന്ന റിപ്പോർട്ടുകൾ അവിടെ നിന്ന് പുറത്തേക്ക് വരികയാണ്. ഇറാൻ ഇറാഖ് അതിർത്തിയിൽ 2 പേര് മരിച്ചു എന്നും 11 പേർക്ക് പരിക്കേറ്റു എന്നുമുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. ഹോർമൂസിൽ 3 കപ്പലുകൾ മുന്നറിയിപ്പ് മറികടന്ന് പോകാൻ ശ്രമിച്ചു എന്നാണ് ഇറാൻ പറയുന്നത്. ഒരു കപ്പലിൽ സ്ഫോടനമുണ്ടായി എന്നും ബാക്കിയുള്ളവർക്ക് പിൻവാങ്ങി പോകേണ്ടി വന്നു എന്നും ഇറാൻ പറയുന്നുണ്ട്. അമേരിക്കയുടെ ആക്രമണങ്ങൾക്ക് പിന്നാലെ ജോർദാനിലേക്ക് ഇറാൻ ആക്രമണം തുടങ്ങിയിട്ടുണ്ട്. ഇതിനിടെ ബാബ് അൽ മന്ദിബിൽ ഉപരോധം മറികടക്കാൻ ശ്രമിച്ച 2 സൗദി കപ്പലുകളെ ആക്രമിച്ചു എന്ന് ഹൂതികൾ അവകാശപ്പെട്ടു. എൻസലിയ, ലൈലെ എന്നീ പേരുള്ള 2 കപ്പലുകളാണ് ആക്രമിക്കപ്പെട്ടത്. ഞങ്ങൾക്ക് ഇല്ലെങ്കിൽ ആർക്കും ഒന്നും ഉണ്ടാകില്ല എന്ന് മേഖലയിലെ രാജ്യങ്ങൾക്ക് ഇറാന്റെ അന്ത്യശാസനം നൽകിയിട്ടുണ്ട്. ഞങ്ങൾക്ക് എണ്ണ വിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആർക്കും വിൽക്കാൻ കഴിയില്ല. അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ തിരിച്ചടി മേഖലയിലെ രാജ്യങ്ങളിലായിരിക്കുമെന്നും മേഖലയിലെ രാജ്യങ്ങൾ ഇരുട്ടിലാകുമെന്നും ഇറാൻ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. എന്തായാലും അമേരിക്ക ഇറാനെതിരെ ആക്രമണം കടുപ്പിക്കുമ്പോൾ ഭീഷണിയുടെ സ്വരവുമായി ഇറാൻ രംഗത്തെത്തുകയാണ്. വലിയ രീതിയിലുള്ള പ്രത്യാക്രമണം ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും, അത് അമേരിക്ക പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തായിരിക്കും എന്ന ഭീഷണിയാണ് ഇറാൻ മുന്നോട്ട് വെക്കുന്നത്. ഇത് കൂടുതൽ ആശങ്കകൾ ഉണ്ടാക്കുകയാണ് ഇപ്പോൾ.